ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മൾ പ്രഥമസ്കന്ധത്തിലെ 10ാമത്തെ അധ്യായത്തിന്റെ സാരാംശമാണ് പറയാൻ പോകുന്നത്. അതെ, ഇവിടെ യുധിഷ്ഠിരൻ രാജധാനിയിൽ രാജ്യഭാരം തുടങ്ങി. ഹസ്തിനപുരത്ത് രാജ്യഭാരം തുടങ്ങി വളരെ നന്നായിട്ട് ഭരിക്കാനും തുടങ്ങി. അതില് ശ്രീകൃഷ്ണന് ദ്വാരകയ്ക്ക് പോകുന്നതാണ്. അവിടെ നിന്ന് ദ്വാരകയ്ക്ക് പോകുന്നതായിട്ടാണ് ഇതിലെ സാരാംശം. ലോകനാഥനായ ശ്രീകൃഷ്ണൻ കുരുരാജാവിന്റെ വംശമാകുന്ന കാട്ടിൽ പിടിപെട്ട വിദ്വേഷ അഗ്നിയാൽ, അതായത് കൗരവന്മാർ അവർക്ക് ഒരു സൂചി കുത്താൻ പോലും സ്ഥലം കൊടുക്കാതെയും അവരെ സ്വന്തം വംശജരായിട്ട് കണക്കാക്കപ്പെടാതെയും അവരെ വളരെ വിഷമിപ്പിച്ചു. ആ വിദ്വേഷ അഗ്നിയിൽ ദഹിപ്പിക്കപ്പെട്ടിരുന്നു. അതിനെ വീണ്ടും തഴപ്പിച്ച് ധർമ്മപുത്രനെ രാജ്യത്തിൽ വാഴിക്കുകയും ചെയ്തു. അത് ഭഗവാൻ ആണ് ചെയ്തത്. അത് അവർക്ക് ഭഗവാന്റെ അനുഗ്രഹവും ആശീർവാദങ്ങളും എല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് നടന്നു. ഹസ്തിനപുരം എല്ലാ വിധത്തിലും സമൃദ്ധിയായി ഭവിച്ചിരുന്നു. അതാത് കാലത്ത് വേണ്ട വിധം ബലവത്തുകൾ ഉണ്ടായി. അപ്പോൾ അവിടെ ഒരു ക്ഷാമവും ഇല്ലായിരുന്നു. എല്ലാ ജനങ്ങൾക്കും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു. എല്ലാ കാലത്തിലും പ്രകൃതിയും അനുഗ്രഹിച്ചു. അപ്പോൾ അവർക്ക് വേണ്ട വിധത്തിലുള്ള സമ്പത്തുകൾ കിട്ടി. സമുദ്രപര്യന്തമായ സമുദ്രം ചുറ്റിക്കൊണ്ടിരുന്ന ആ ഭൂമിയെ ഇന്ദ്രൻ എന്ന പോലെ യുധിഷ്ഠിരൻ പരിപാലിച്ചു. ബന്ധുക്കളുടെ സങ്കടം തീർക്കാനും സഹോദരിയുടെ ഇഷ്ടം കൊണ്ട് കുറച്ചു ദിവസം ഹസ്തിനപുരത്തിൽ താമസിക്കുകയും ചെയ്തിട്ട് ദ്വാരകയിൽ പോകാൻ തേരിൽ കയറി. ഇത് കണ്ടിട്ട് സ്വന്തം സഹോദരിയായ സുഭദ്ര, പിന്നെ പാഞ്ചാലി, കുന്തിദേവി, ഉത്തര, ഗാന്ധാരി, ധൃതരാഷ്ട്രർ, യുയുത്സു, കൃപാചാര്യർ, പാണ്ഡവർ, സൗമ്യ മഹർഷി, സത്യവതി, അവിടുത്തെ സ്ത്രീജനങ്ങൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സങ്കടം വന്നു. ഈ വേർപാടിനെ അവർ പൊരുത്തപ്പെട്ടില്ല. ഈ വേർപാടിൽ വളരെ വളരെ സങ്കടപ്പെട്ടിരുന്നു. പ്രേമഭക്തിയാൽ ആത്മബോധം ഉദിച്ച ആ ഹസ്തിനപുരത്തിലെ സ്ത്രീകൾ തമ്മിൽ സംഭാഷണം ചെയ്തു. അവർ തമ്മിൽ പറയുകയുണ്ടായി. എന്താണ് പറഞ്ഞത്? ദ്വാരകയിലേക്ക് യാത്രയാകുന്ന ഭഗവാനെ വാഴ്ത്തുകയാണ് അവര്. സൃഷ്ടിക്ക് മുമ്പും പ്രളയത്തിന് ശേഷവും നിർവിശേഷമായ ആത്മസ്വരൂപത്തിൽ ഇരുന്ന ആ പ്രളയപുരുഷൻ തന്നെ ഇവ രണ്ടിന്റെയും ഇടയ്ക്ക് സ്വമായയെ അനുസരിച്ച് പ്രപഞ്ച സ്വരൂപനായി വർത്തിച്ചു. അദ്ദേഹമാണ് വേദത്തെ പ്രകാശിപ്പിച്ചത്. ആ പരമപുരുഷൻ തന്നെ ഇവയ്ക്ക് രണ്ടിനും ഇടയിൽ പ്രകൃതിക്ക് ഉത്തേജനം നൽകി. സ്വയം നിർലേപനായിരുന്നത് കൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്നു. ഭഗവാനെ പറ്റി പറയുകയാണ് അവര്. ഇങ്ങനെ ഓരോരുത്തരും അവരവർ തമ്മിൽ ഭഗവാനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ജനങ്ങളെ രക്ഷിക്കേണ്ടവർ അധർമ്മത്തിൽ ചരിക്കുമ്പോൾ, രാജാക്കന്മാർ ആരായാലും അധർമ്മത്തിൽ പോകുമ്പോൾ അവരെ ഒതുക്കുവാനും ലോകക്ഷേമം നിലനിർത്തുവാനും സജ്ജനങ്ങളെ രക്ഷിക്കുവാനും വേണ്ടി നാനാവതാരങ്ങൾ എടുക്കുന്നു. അത് സ്വീകരിച്ച് പ്രത്യക്ഷപ്പെടുന്നു. ഇത്രയും വർണ്ണിച്ച ശേഷം ഹസ്തിനപുരത്തിലെ സ്ത്രീകൾ കൃഷ്ണാവതാരത്തിന്റെ മഹിമയും എടുത്ത് വാഴ്ത്തുന്നു. അതായത് ഇത്രയും പറഞ്ഞത് പോരാനിട്ട് കൃഷ്ണാവതാരത്തിന്റെ മഹിമയും കൂടെ അവരെടുത്ത് യദുവംശം സ്തുത്യർഹം. ആ യദുവംശം ഭയങ്കരമായിട്ട് പുണ്യം ചെയ്തവരാണ്. പ്രജഭൂമി അതിനേക്കാളും പുണ്യം ചെയ്തു. എന്തെന്നാൽ ഭഗവാൻ ജനനം കൊണ്ടും നടത്തം കൊണ്ടും ആ ഭൂമിയെ സത്കരിച്ചിരിക്കുന്നു. പിന്നെ ദ്വാരകാപുരി സ്വർഗ കീർത്തിക്ക് പരിഭവം ഏൽപ്പിക്കും വിധമാണ്. സ്വർഗത്തെക്കാളും വളരെ നന്നായിരിക്കുന്നു. ഭൂമിക്ക് പുണ്യകീർത്തിയെ വളർത്തിക്കൊണ്ടും വർത്തിക്കുന്നു ആ ദ്വാരകാപുരി. കൃഷ്ണപത്നിമാർ ഭാഗ്യം ചെയ്തവരാണ്. ഭഗവത് സംഗമം കൊണ്ട് അസമർത്ഥവും അപവിത്രവുമായ സ്ത്രീത്വത്തെ
ഉത്കൃഷ്ടമാക്കി. ഭഗവത് പ്രീതിക്ക് പാത്രീഭവിച്ചാൽ ആരായിരുന്നാലും ജന്മസാഫല്യം നേടുന്നു. ഇതൊക്കെ ഭഗവാൻ കേൾക്കുന്നുണ്ട്. ഈ സംഭാഷണങ്ങളെല്ലാം ഭഗവാൻ കേൾക്കുന്നുണ്ട്. ഭഗവാൻ മന്ദഹാസനായി അവരെ അഭിനയിച്ചുകൊണ്ട് മന്ദഹസിക്കുന്നു. അങ്ങനെ നന്നായി. അത് കേട്ടിട്ട് വളരെ സന്തോഷം ഭഗവാന്. മന്ദഹസിച്ച് അങ്ങനെ അവരെ അഭിനന്ദിച്ചുകൊണ്ട് യാത്രയായി. പിന്നെ യുധിഷ്ഠിരൻ എന്ത് ചെയ്തു? ശ്രീകൃഷ്ണന്റെ രക്ഷയ്ക്ക് വേണ്ടി ആന, തേർക്കുതിര, കാലാൾ എന്നീ വിഭാഗത്തോടു കൂടെ സൈന്യത്തെ അയച്ചു. നാനാ സ്ഥലങ്ങളെ പിന്നിട്ട്, വളരെ ദൂരമല്ലേ, അപ്പോൾ ഓരോ സ്ഥലത്തും ദേശങ്ങളിലും ജനങ്ങൾ ഈ ഭഗവാനെ സൽക്കരിക്കാൻ പൂക്കളും താലം എല്ലാം എടുത്ത് സൽക്കരിക്കാൻ, വിളക്കുകൾ എല്ലാം എടുത്ത് അങ്ങനെ ഓരോ സ്ഥലത്തും ഭഗവാന് സ്വീകരണം കിട്ടി. ഒരു സൂര്യാസ്തമനം സമയത്ത് ഹസ്തിനപുരത്തിൽ നിന്നും ദ്വാരകയിലേക്ക് എത്തിച്ചേർന്നു. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് യുധിഷ്ഠിരനെ ഗുരുദേശത്തിലെ രാജാവായി വാഴിച്ച് വിജയശ്രീലാളിതനായിട്ടാണ് ഭഗവാൻ ഘോഷയാത്രയായി ഭഗവാൻ ദ്വാരകയിലേക്ക് വരുന്നു. ഈ ഭഗവത് ദർശനത്താൽ ആനന്ദം അനുഭൂതി ഉണ്ടായ ഗുരുദേശ സ്ത്രീകളുടെ ഭഗവത് മഹിമ സംഭാഷണമാണ് ഈ അധ്യായത്തിലെ പ്രധാന ഭാഗം. അത് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അങ്ങനെ ഇത് നമുക്ക് സമാപിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.